നമുക്ക് കുറച്ച് വിളവെടുപ്പായാലോ? ആഹാ, നമ്മളെ വീട്ടിലുണ്ടായ സാധനങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ അതാ വെണ്ടയ്ക്കാണ് കേട്ടോ. വെണ്ടയ്ക്ക വേഗം മൂത്ത് പോകുന്നുണ്ട്, അതിനേക്കാളും മുമ്പേ പറിക്കണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബീൻസാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ചെറുപയറാണെന്നാണ്, പിന്നെ ഉമ്മ പറഞ്ഞത് ഇത് ബീൻസാണെന്ന്. ഇതൊക്കെ വറവ് ഇങ്ങനെ ഉപ്പേരിയാക്കി വെക്കാൻ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളടുത്ത് ഉണ്ടായത് വഴുതനങ്ങയാണ് കേട്ടോ. ഇത് എന്താണ് ഇതിൻ്റെ ചെടിയെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ചെടി ഏതാണ് ഏതിൻ്റെ മരമാണെന്ന് നമുക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം വയലറ്റ് കളറിൻ്റെ ഒരു പൂ വന്നു. പിന്നെ ഇതായി ഒരു വഴുതനങ്ങ ഉണ്ടായി. ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നുള്ളത്. അത്യാവശ്യം നല്ലൊരു സൈസ് ആയിട്ടുണ്ട്. പിന്നെ കയ്പ്പയ്ക്കയാണ്. കയ്പ്പയ്ക്കും കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പിന്നെ നമ്മൾ 2 എണ്ണേ പറിക്കുന്നുള്ളൂ. കുറേ എണ്ണം പറിച്ചിട്ടായിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. നമ്മൾ സത്യത്തിലും ഇതിൽ കുറേ വളമോ കാര്യങ്ങളോ ഒന്നും ഇടലില്ല, ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കൽ മാത്രമാണ്. പിന്നെ ഞാനിത് മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായ വിത്തുകളാണ് കേട്ടോ. ഇതൊന്നും ഇങ്ങനെയൊക്കെ മുളയ്ക്കും, ഇതിൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ പയറാണ്, കുറച്ച് ദിവസം മുന്നേ പറിച്ചതുകൊണ്ട് ഇന്ന് കുറേ പയറൊന്നുമില്ല. പിന്നെ ഈ ഒരു കോവക്ക ഇന്ന് ആദ്യമായിട്ടുണ്ടായതാണ് കേട്ടോ. ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ നല്ലൊരു സാമ്പാർ ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ അമ്മ